نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് മക്കളെ, ഉഷാറല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്മസ് പരീക്ഷന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചോദ്യ പേപ്പർ ഉണ്ടല്ലോ അല്ലെ, അതിന്റെ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണോ നിങ്ങൾ? ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ താഴത്തെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, ചുവന്ന കളറുള്ള ഒരു ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കും. പിന്നെ ഒരു ലൈക്ക് എല്ലാവരും ഇട്ടോളൂ കേട്ടോ. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ 9496544588 ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാ വീഡിയോസും ഉണ്ടാവും കേട്ടോ. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒക്കെ ഉണ്ടാവും. ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണ്ടേ? സെറ്റ് ആണ്. അങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പറാണ് അല്ലെ. നല്ല മഴ പെയ്ത് നല്ല ചൂടുകാലം, പെട്ടെന്നൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ആളെ കുറിച്ച് സൂചനകൾ നോക്കൂ. പച്ച നിറം, കരയിലും വെള്ളത്തിലും ജീവിക്കും, ആരാണെന്ന് കണ്ടെത്തി പേരെഴുതൂ. ഇയാളെ പേരാണ്. ഇയാളെ പേര് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? എന്താ ഇയാളെ പേര്? നമുക്ക് എഴുതി കൊടുക്കാം. ഇയാൾ ആരാണ്? തവളയാണ്. നമുക്കറിയാം അല്ലെ, വളരെ ഈസി ഉള്ള ഒരു ചോദ്യമാണ്. അതേപോലെ വരച്ചു ചേർക്കൂ എന്നാണ്. വെള്ളത്തിൽ ജീവിക്കുന്നവയെ വെള്ളത്തിലേക്ക് വരയ്ക്കൂ എന്നാണ് അല്ലെ. വെള്ളത്തിൽ ജീവിക്കുന്ന നമുക്ക് വെള്ളത്തിലേക്ക് വരച്ചു കൊടുക്കാം ഇല്ലേ? വരച്ചു കൊടുത്തൂടെ? സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ? ഓക്കെ, ഈ നോക്കൂ, തവള ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വന്ന് നമുക്ക് എളുപ്പത്തിൽ എഴുതി കൂടെ? സിമ്പിൾ അല്ലേ? യെസ് ഗൈസ്, അങ്ങനെയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. മോർ ആൻഡ് ലെസ്. നോക്കൂ, ഗിവ് എ ടിക്ക് മാർക്ക് ടു ദ ലോങ്സ്റ്റ് ഐറ്റം ഗിവൺ ബിലോ. ഇവിടെ കാണുന്നതിൽ ലോങ്സ്റ്റ് ഐറ്റത്തിന് എന്ത് കൊടുക്കാൻ വേണ്ടി പറയാണ്? ഒരു ടിക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടി പറയാണ്. ലോങ്സ്റ്റ് ഉണ്ട്, ഷോർട്ടസ്റ്റ് ഉണ്ട് അല്ലെ. ലോങ്സ്റ്റ് വലുത്. അപ്പൊ ഏതായത് വലുത്? ഇതിൽ ടിക്ക് മാർക്ക് കൊടുത്തു. ഇവിടെ കാണുന്നത് ഹെവിയസ്റ്റ് ആണ്. ഇവിടെ ലോങ്സ്റ്റ് ആ ചോദിച്ചെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത്, താഴെ കൊടുക്കേണ്ടത് നല്ല ഹെവി ഉള്ള ഐറ്റം ഇതിൽ ഏതാ? അപ്പൊ അലമാര കൊടുത്തിട്ടുണ്ട്, കസേര, അതിലൊക്കെ ഹെവി ഉള്ള ഐറ്റം ഏതാ? കാറാണ്. കാറ് നമുക്ക് ഒറ്റക്ക് പൊന്തിക്കാൻ പറ്റുമോ? രണ്ടാൾക്ക് പൊന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത്ര കനണ്ട് കാറിന്. ഹെവി ആയിട്ടുള്ള ഐറ്റം അല്ലേ? ഭയങ്കര ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് എന്ത്? കാറ് എന്ന് പറയുന്നത്. നോക്കൂ, ലോങ്സ്റ്റ്, ഹെവിയസ്റ്റ് അല്ലെ. അപ്പൊ അടുത്ത നോക്കാം നമുക്ക്. കളർ ദ പിക്ചർ ടു മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ ആണ്. നമ്മളോട് ഇങ്ങനെയുള്ള ഒരു ചിത്രം തന്നിട്ട് ഇതിന് കളർ കൊടുക്കാൻ വേണ്ടി പറയാം. കളർ കൊടുക്കാൻ നമുക്ക് എന്തൊരു ഈസിയാ അല്ലെ. കളറുകൾ കൊണ്ടുപോകണം കേട്ടോ എക്സാമിന്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭംഗിയുള്ള കളറുകൾ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടമുള്ള കളർ ഏതാ? ഇഷ്ടമുള്ള കളർ ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നിനായിട്ട് കൊടുക്കാം കേട്ടോ മക്കളെ. എല്ലാത്തിനും എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കളർ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഹൗ മെനി സർക്കിൾ ആർ ദർ, എത്ര സർക്കിൾ ഉണ്ട് നോക്കാനാണ്. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. ഇവിടെ നമുക്ക് 5 എഴുതാം. അതേപോലെ തന്നെ അടുത്ത സ്ക്വയർ ആണ്. എത്ര ഉണ്ട്? 1 2 3 പിന്നെയോ 4 5 6 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എണ്ണി കൊടുക്കാം അല്ലെ. ഇനി അടുത്ത നോക്കൂ, ട്രയാങ്കിളോടെ ഇങ്ങനെ വന്നിട്ട് ഓരോ ഷേപ്പുകളെ കൗണ്ട് ചെയ്യാനുണ്ടാവും പരീക്ഷയ്ക്ക്. നോക്കൂ, 1 2 3 4 കണ്ടോ? ഇങ്ങനെ ഓരോരോ ഷേപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും? കൗണ്ട് ചെയ്യാനുണ്ടാവും. 3 ഷേപ്പുകളില് നമുക്കറിയാം. ഇത് സർക്കിൾ ആണ്, വൃത്തമാണ്, വട്ടം, ഇത് ചതുരമാണ്, സ്ക്വയർ ആണ്, ഇത് ട്രയാങ്കിൾ ആണ്, നമുക്കറിയാം അല്ലേ. അതെന്താ? ത്രികോണമാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നാലേ ഈ 3 സർക്കിൾ, 3 ഷേപ്പുകൾ നമുക്ക് പഠിക്കണം. ആ പഠിച്ചിട്ട് ഇങ്ങനെയുള്ള ഷേപ്പുകൾ എന്നിട്ട് നമ്മളോട് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൂടെ. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് കൊള്ളുന്നോ അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് കറക്റ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, സർക്കിൾ 1 2 3 4 5. ഇവിടെയോ 8 ആണ് പറഞ്ഞത്. 1 2 3 4 5 പിന്നെയോ 6 7 8 അതാണ്. പിന്നെ ഇതോ, ഇത് നോക്ക്, 1 2 3 4 കണ്ടോ? 4 അങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. സെറ്റ് ആണോ? റെഡി ആണോ? സിമ്പിൾ അല്ലേ? ഇതേപോലെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതി കൊടുക്കാം. അങ്ങനെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആകാശ കാഴ്ചകളാണ്. പൂക്കളുള്ള ഉടുപ്പുമിട്ട് ആകാശ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ് ജാനിക്കുട്ടി. ആരാ ഇറങ്ങിയത്? ജാനിക്കുട്ടി ഇറങ്ങി കേട്ടോ. അവൾ കണ്ട അമ്പിളി മാമനെ നോക്കൂ. നമുക്ക് നോക്കാം.
നിങ്ങൾ ഏതെല്ലാം അമ്പിളിമാമന്റെ പാട്ടൊക്കെ അല്ലേ, അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് ഒറ്റക്കിരിപ്പാണോ, അങ്ങനെ പാട്ടൊക്കെ ഇല്ലേ, അമ്പിളിമാമന്റെ നല്ല രസമല്ല പാട്ടൊക്കെ അല്ലെ. ഓക്കെ, നിങ്ങൾ ഏതെല്ലാം ആകൃതിയിൽ അമ്പിളിമാമനെ കണ്ടിട്ടുണ്ട്, വരയ്ക്കൂ എന്നാണ്. അപ്പൊ വരച്ചു കൊടുക്കുക. അങ്ങനെ വട്ടത്ത് കണ്ടിട്ടുണ്ട്, പിന്നെയോ പകുതി വട്ടായിട്ട് കണ്ടിട്ടുണ്ട്, പിന്നെയോ ചെറിയ ചെറിയ വട്ടായിട്ട് അല്ലെ, ചെറിയ ഇങ്ങനെ വട്ടായിട്ട് കണ്ടിട്ടില്ലേ. നിങ്ങൾ കണ്ട അമ്പിളിമാമന്റെ വലുപ്പമൊക്കെ എന്ത് ചെയ്യുക, അവിടെ വരച്ചു കൊടുക്കുക. പിന്നെയോ കടങ്കഥക്ക് ഉത്തരം എഴുതും. നീലപ്പട്ടിൽ വെള്ളപ്പുള്ളി, ഇതാരാ, നക്ഷത്രങ്ങള്. നീലപ്പട്ടിൽ വെള്ളപ്പുള്ളി എന്ന് പറഞ്ഞാൽ എന്താടാ, നക്ഷത്രങ്ങൾ. എന്ത് സിമ്പിളാ ഇല്ല, എഴുതി കൊടുത്തൂടെ. അത് കഴിഞ്ഞ് നേരെ പോകാൻ അടുത്ത ചോദ്യത്തിലേക്ക്. ആക്ടിവിറ്റി 9 ആണ്, മാംഗോ സീസൺ. മാത്സ് ആണ്, ഇത് മാത്സ് ആണ് കേട്ടോ. നോക്കൂ, സം മാംഗോസ് ആർ ലൈങ് ഇൻ അച്ചൂസ് ഗാർഡൻ. എന്താ പഠിത്തത്, ദ വൺ who picks the most number of mangoes will get a prize. Achu and his friends went to pick the mangoes. The mangoes each person collected are given below. അപ്പോൾ നമുക്ക് അച്ചുവിന്റെ തോട്ടത്തിൽ എന്തൊക്കെ, അച്ചു എത്രയാ കളക്ട് ചെയ്ത്, മിഴി എത്രയാ കളക്ട് ചെയ്ത്, മീനു കളക്ട് ചെയ്ത്, ഉണ്ണി കളക്ട് ചെയ്ത്, കണ്ണൻ കളക്ട് ചെയ്ത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഹൂ കളക്റ്റഡ് മോസ്റ്റ് നമ്പർ ഓഫ് മാംഗോ. മോസ്റ്റ് നമ്പർ ഓഫ് മാംഗോ ആരാ ഇതിൽ കളക്ട് ചെയ്തത് നമുക്ക് നോക്കാം. ആരാ ഇതിൽ മോസ്റ്റ് നമ്പർ ഓഫ് മാംഗോ കളക്ട് ചെയ്തത്? ഉണ്ണിയാണ് അല്ലെ, ഉണ്ണിയാണ് അല്ലെ, ഉണ്ണിയാണ് എന്ത് ചെയ്തത്, ഇവിടെ മോസ്റ്റ് നമ്പർ ഓഫ് മാംഗോ കളക്ട് ചെയ്തത് അല്ലടാ മക്കളെ. അടുത്തതോ ഹൂ കളക്റ്റഡ് ലെസ്, കുറച്ച് ആരാ കളക്ട് ചെയ്തതിൽ നോക്കുമ്പോ നോക്കൂ, ഇതിൽ 33 അല്ലെ, 33, 27, 23, 41, 19. കണ്ണനാണ് എന്ത് ചെയ്തതാ മക്കളെ, കണ്ണനാണ് കുറവ് മാംഗോ കളക്ട് ചെയ്തത്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം നമുക്ക് കിട്ടി, ആരാണത്, ഉണ്ണിയാണെന്ന് കിട്ടി. ഒന്നാമത്തെ ഉത്തരം നമ്മൾ എഴുതി കൊടുത്തു, അത് ഉണ്ണിയാണ്. രണ്ടാമത്തെ ഉത്തരം നമ്മൾ എഴുതി കൊടുത്തു, അത് ആരാണ്, കണ്ണനാണ്. ഇനി അടുത്തതോ അറേഞ്ച് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് മാംഗോസ് ഈച്ച് പേഴ്സൺ കളക്റ്റഡ്. നമ്പർ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, മാംഗോ ഓരോ ആള് കളക്ട് ചെയ്ത് നമ്മളോട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാണ്. അതിന്റെ പേരും താഴെ എഴുതി കൊടുക്കാൻ. അതേപോലെ തന്നെ ഹൗ മെനി മാംഗോസ് ഡിഡ് മീനു, അച്ചു ആൻഡ് ഉണ്ണി ഗെറ്റ്. എത്ര മാംഗോ ആണ്, ആരൊക്കെയാണ്, മീനു, പിന്നെ അച്ചു, അതേപോലെ തന്നെ വേറെ ആരാ, ഉണ്ണി. ഉണ്ണി എത്ര മാംഗോ ആണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതേപോലെ തന്നെ നോക്ക്, ഹൗ മെനി മാംഗോസ് ആർ ഡു ദേ നീഡ് ടു റീച്ച് എ ടോട്ടൽ 100 mangoes. How many more mangoes do they need to reach a total of 100 mangoes? അപ്പൊ ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാ, 97. ഇവർക്ക് ഇനി 100 ആവാൻ എത്രയും കൂടി വേണം, 97 + 3 100. ഉത്തരം ഇവിടെ ഉണ്ട് അല്ലെ. 100 മാംഗോ ആണ് എത്രയാന്നാ ചോദിച്ചത്. മറ്റേത് നമ്മളോട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം അല്ലേ. 19 ആദ്യം അറേഞ്ച് ചെയ്തു, പിന്നെയോ 23 അറേഞ്ച് ചെയ്തു, 27, 33, പിന്നെ 41. ഇവരൊക്കെ പേരും താഴെ എഴുതി കൊടുക്കാം. 19 കിട്ടിയതാരാ, കണ്ണൻ. അടുത്തത് നോക്കാം, 23 കിട്ടിയതാരാ, മീനു. പിന്നെ അടുത്തത് നോക്കാം, ഈ 27 കിട്ടിയതാരാ, മിഴി. പിന്നെയോ അടുത്തതാരാ, 33 കിട്ടിയതാരാ, അച്ചു. ഏറ്റവും കൂടുതൽ കിട്ടിയത് ഉണ്ണി അല്ലെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് വേണ്ടേ, ഡേ 3 വേണ്ടേ. ഡേ 3 അതാ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് എടുത്തിട്ട് സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരേക്കും. ബൈ ബൈ.